കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം വിശാഖം തിരുനാൾ വിവർത്തനം ചെയ്തത് ഏതു പേരിലാണ്? എ. കാളിദാസ ശാകുന്തളം, ബി. ഭാഷാ ശാകുന്തളം, സി. മലയാള ശാകുന്തളം. ആൻസർ ബി. ഭാഷാ ശാകുന്തളം. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി ആരാണ്? എ. വിശാഖം തിരുനാൾ, ബി. ശ്രീമൂലം തിരുനാൾ, സി. ആയില്യം തിരുനാൾ. ആൻസർ എ. വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കമിട്ട ഭരണാധികാരി? എ. വിശാഖം തിരുനാൾ, ബി. ശ്രീമൂലം തിരുനാൾ, സി. ആയില്യം തിരുനാൾ. ആൻസർ ബി. ശ്രീമൂലം തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചത് എവിടെയാണ്? എ. നിലമ്പൂർ, ബി. കോഴിക്കോട്, സി. തിരുവനന്തപുരം. ആൻസർ സി. തിരുവനന്തപുരം. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് എന്നാണ്? എ. 1888, ബി. 1881, സി. 1904. ആൻസർ എ. 1888. തന്നിരിക്കുന്ന പ്രസ്താവനകൾ എ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്, ബി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്, സി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. ആൻസർ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? എ. മിന്റോ, ബി. കഴ്സൺ, സി. ലിൻലിത്ഗോ. ആൻസർ ബി. കഴ്സൺ. സ്വദേശാഭിമാനി പത്രത്തിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിരന്തര വിമർശനത്തിന് വിധേയനായ ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാൻ ആരായിരുന്നു? എ. സി. പി. രാമസ്വാമി അയ്യർ, ബി. പി. രാജഗോപാലാചാരി, സി. ശേഷയ്യ ശാസ്ത്രികൾ. ആൻസർ ബി. പി. രാജഗോപാലാചാരി. ശ്രീമൂലം തിരുനാൾ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തെ വേർതിരിച്ചത് എന്നാണ്? എ. 1920, ബി. 1921, സി. 1922. ആൻസർ സി. 1922. വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? എ. ശ്രീമൂലം തിരുനാൾ, ബി. വിശാഖം തിരുനാൾ, സി. ആയില്യം തിരുനാൾ. ആൻസർ എ. ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത് എന്നാണ്? എ. 1902, ബി. 1904, സി. 1906. ആൻസർ ബി. 1904. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.